ഈ വീഡിയോ നിങ്ങളിൽ പലവരും കണ്ടിട്ടുണ്ടാകാം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇവിടെ ആ യുവതി ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന ആ സീറ്റിൽ യുവതി ഇരുന്ന ആ സീറ്റിന്റെ കൂടെ ഒരാൾ ഇരിക്കുന്നു, ഒരു പ്രായം ചെന്ന ഒരാൾ. അപ്പോൾ ആ പ്രായം ചെന്ന ഒരാള് ആ യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങൾ തുറച്ചു നോക്കി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇവിടെ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ പറയുകയാണ്, അവർ പറയുന്നത് പോലെയുള്ള ഭാഗത്തിലല്ല അദ്ദേഹത്തിന്റെ നോട്ടം. ഒരു പക്ഷേ ആ യുവതി മൊബൈൽ ഫോൺ നോക്കുന്നിടയിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു നോട്ടമായിട്ടാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇത് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല ഈ വ്യക്തിയെ അനുകൂലിച്ചിട്ടോ കൊണ്ടുള്ള ഒരു വീഡിയോ അല്ല. ഇവിടെ പ്രധാനമായും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പോ കേരളത്തിൽ ഇങ്ങനെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നിട്ടുള്ള യാത്ര നടക്കാറില്ല. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ റിസർവ് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ബസ്സുകളിൽ പ്രത്യേകം റിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ യുവതിക്ക് അങ്ങനെയുള്ള ഒരു തിക്തമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരിക്കലും തന്നെ പ്രതികരിച്ചതായിട്ടുള്ള കണ്ടിട്ടില്ല. പിന്നെ അവർ പിന്നീട് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ രൂക്ഷമായി നോക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം മറഞ്ഞു പോയി എന്നൊക്കെയാണ്. അതിനെടുത്ത വീഡിയോകളൊന്നും മറ്റൊന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല. പിന്നെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. അതായത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നിയമത്തിൽ ഒരുപാട് പരിരക്ഷ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ എന്താണോ പറയുന്നത് അത് അപ്പാടെ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടു. പക്ഷെ ഇതിനൊക്കെ ഇപ്പോൾ കുറെ വിധം മാറ്റങ്ങൾ വന്നു. ഒരുവിധം സ്ത്രീകളൊന്നും, അതായത് ചിന്തിക്കുന്ന ഉത്ബുദ്ധരായ സ്ത്രീകളൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്തൊരു കാര്യമാണ്. ചുളിവിൽ ഒരു ഫേമസ് ആകുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ യുവതിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതാണ് പലവരും പറയപ്പെടുന്നത്. മാത്രമല്ല, ഇവർ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോകളും മറ്റൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അവരുടെ ചില വീഡിയോകളൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആ വിഷയത്തിലേക്ക് ഞാൻ പരാമർശം കടക്കുന്നില്ല, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരിക്കലും തന്നെ യുവതി അവകാശപ്പെടുന്നത് പോലെ ആ മനുഷ്യന്റെ തുറിച്ചു നോട്ടം അവിടെയല്ല എന്നുള്ള കാര്യം ആ വീഡിയോ സൂക്ഷ്മതമായി നോക്കുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല, ഇവിടെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത്ര സമയവും ആ യുവതി ഇങ്ങനെ ഒരു നോക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു എന്നുള്ളൊരു ചോദ്യം കൂടി അതിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിഷ്പക്ഷമായിട്ട് ഏതൊരു വിഷയത്തെയും കൈകാര്യം ചെയ്യാം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ത്രീകൾക്ക് നിയമത്തിൽ പരിരക്ഷ ലഭിക്കുന്നത് കൊണ്ട് ചില സ്ത്രീകൾ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്ന തരത്തിലാക്കിയാണ് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപകൻ കോപ്പി അടിച്ചു പിടിച്ചതിന്റെ പേരിൽ, പീഡന പരാതി കൊടുത്തതിന്റെ പേരിൽ 10 വർഷം ശിക്ഷ അനുഭവിച്ചു. പിന്നീട് കോടതി അദ്ദേഹം നിരപരാധിയെന്ന് കണ്ടെത്തി. ഇതേപോലെ തന്നെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സൂക്ഷ്മതമായി നിരീക്ഷിച്ച് അതിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.